ഈ അടുത്ത് ഒരു സ്ത്രീ, നിമിഷപ്രിയ, സുബ്ഹാനല്ലാഹ്, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങകലെ യമനിൽ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്ന് പത്ര റിപ്പോർട്ടിൽ നമ്മൾ കാണും. ഇരിക്കട്ടെ, നമ്മൾക്ക് വസ്തുതയും യാഥാർത്ഥ്യമൊന്നും നമ്മൾ നേരിൽ പോയി കണ്ടതല്ല. ഏതായിരുന്നാലും ശരി, ആ സ്ത്രീയെ കൊന്നുകളയാൻ വേണ്ടി അവിടുത്തെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അവിടെ കോടതി വിധിക്കുന്നു. ആ സ്ത്രീയെ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കേരളത്തിലെ മാതൃകായോഗ്യരായ പണ്ഡിതർ, സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ, മഹാനവറുകൾ അതിനുവേണ്ടി പരിശ്രമം നടത്തി. അപ്പോൾ ചിലർ, അതായത് 99% ആളുകളും സംഘടനാ സങ്കുചിതത്വമില്ലാത്ത എല്ലാവരും, എല്ലാ മതക്കങ്ങളും എല്ലാ പാർട്ടിക്കാരും ഉസ്താദിനെ പുകഴ്ത്തി പറയും. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം അവർ ചില സംശയങ്ങൾ ചോദിക്കുന്നു. കൊലയാളിയായ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ഒരു പണ്ഡിതൻ പറയുന്നത് ശരിയാണോ? അങ്ങനെയാണല്ലോ ഇപ്പോ ഈ ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റുന്ന ചില ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരെ ചോദ്യം ചെയ്യുന്ന കുറെ വിവരം കെട്ട ആളുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇരിക്കട്ടെ, വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ആ ആശയം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക്, മുസ്ലിം പണ്ഡിതന്മാർക്ക് ലഭ്യമാകുന്നത്. നബി തങ്ങളുടെ കാലത്ത് ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞപ്പോൾ ആ കൊന്ന കാര്യം സ്വയം തന്നെ സമ്മതിച്ചു കൊലയാളി. അദ്ദേഹത്തെ വധിക്കാൻ വിധിക്കപ്പെടാനുള്ള എല്ലാ സംഗതിയും നടന്നു. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സഹോദരനോട് നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹം തയ്യാറാകാതിരുന്നപ്പോൾ, എന്നാൽ നിങ്ങൾക്ക് വധിക്കാം, പക്ഷേ നിങ്ങൾ നരകത്ത് കിടക്കും കേട്ടോ എന്ന് പറഞ്ഞതും കാണാം. അതെന്തിനാ നരകത്ത് കിടക്കുന്നത്? അനുവദനീയമായ സംഗതിയില്ലേ? അയാളെ സഹോദരനെ കൊന്നതിന്റെ പേരിലല്ലേ? അവിടെ ഇമാമിയങ്ങൾ വിശദീകരിച്ചു, കൊല്ലുന്ന വകയിലല്ല നരകത്ത് കിടക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ റെക്കമെൻഡ് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. മറ്റത് വിധിയാണ്, ഇത് റെക്കമെൻഡാണ്. ഒരു റെക്കമെൻഡ് ചെയ്യുമ്പോ റെക്കമെൻഡ് ചെയ്ത ആള് ആരാണ് എന്ന് പരിഗണിക്കൽ ആവശ്യമാണ്. നബി തങ്ങളുടെ വാക്ക് പരിഗണിക്കാത്തതിന്റെ പേരിലാണ് അദ്ദേഹം നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞത്. അവിടെ അദ്ദേഹം കൊലയാളിയല്ലേ എന്നല്ലല്ലോ നബി തങ്ങൾ ചിന്തിച്ചത്. കാരണം കൊന്നവനെ പകരം കൊന്നതുകൊണ്ട് കൊല്ലപ്പെട്ട ആള് തിരിച്ചു വരുമോ? ഇല്ല. ഇദ്ദേഹത്തെയും കൂടി കൊന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനാഥമാകും എന്നല്ലാതെ വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതേസമയം പിന്നെ ആ നിയമം എന്തിനാണ്? ആ നിയമം അത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, കൊന്നാലൊരു പ്രശ്നമില്ല എന്ന് വന്നാൽ പിന്നെ കൊല്ലൽ അങ്ങോട്ട് വർദ്ധിച്ച് പിന്നെ ഒട്ടാകെ ആളുകൾ കൊല്ലലാവൂലേ? അപ്പൊ നിയമം അതങ്ങനെ തന്നെ വേണം. ആ നിയമം നടപ്പാക്കുകയും ചെയ്യും. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ്. വൽ ആഫീന അനിൻ നാസ്, ഖുർആൻ പറഞ്ഞില്ലേ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നത്. നബി തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, 3 കാര്യമുള്ളവൻ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ, അവൻ എളുപ്പത്തിൽ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അതിലൊന്നെന്താണ്? തുഅതി മൻ ഹറമക, നിനക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. അതെ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഇരുട്ടുള്ള സ്ഥലത്തെത്തി, അയാളുടെ കയ്യിൽ ടോർച്ചുണ്ട്. ഇപ്പൊ പിന്നെ ടോർച്ച് വേണമെന്നില്ല, നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ എല്ലാ സംഗതിയും ഉണ്ട്. എൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു ഇതിലെല്ലാം ഉണ്ട്, ഒരു കൊടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോ അതിൽ ടോർച്ചും ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോണ് അത്ര സൗകര്യമുള്ള ഫോണല്ല, അതിൽ ലൈറ്റ് കത്തുന്നതല്ല. അപ്പൊ അദ്ദേഹം ഒന്ന് എനിക്ക് കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞു. മറ്റേ ആള്, അത് വേണ്ട, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ ഫോണ്, നീ ചെറിയ പൈസക്ക് വാങ്ങിയിട്ടല്ലേ എന്ന് പറഞ്ഞ് ലൈറ്റ് കാണിച്ചു കൊടുത്തില്ല. കുറച്ച് അങ്ങോട്ടെത്തിയപ്പോ മഴ പെയ്തു. മഴ പെയ്തപ്പോ ഈ സ്മാർട്ട് ഫോണ് കയ്യിലില്ലാത്ത മനുഷ്യന്റെ കയ്യിൽ കൊടയുണ്ട്, ഈ വലിയ ഫോണുള്ളവന്റെ കയ്യിൽ കൊടയില്ല. അപ്പൊ ഇയാള് കൊട കുറച്ച് ഇങ്ങോട്ട് കൂടി കാണിക്കടോ എന്ന് പറയുമ്പോ, അങ്ങനെ വേണ്ട, നേരത്തെ ഒന്ന് ടോർച്ച് കാണിച്ചു തരാത്ത ആളല്ലേ, അങ്ങനെ ചെയ്യരുത് എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. തുഅതി മൻ ഹറമക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം, നിനക്ക് സ്വർഗത്തിൽ വേഗം കിടക്കാൻ. വതസിലു മൻ ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം.
അവന്റെ കല്യാണം എന്നോട് പറഞ്ഞില്ല, എന്നാ ഞാനും അങ്ങോട്ട് കല്യാണം പറയണ്ടെന്നല്ല, എന്റെ കല്യാണം അദ്ദേഹത്തോട് പറയണം. അയാൾ ഹജ്ജിന് പോകും എന്നോടൊന്നും പറഞ്ഞില്ല. പണ്ടൊരാള് പറഞ്ഞെന്ന് പറയലുണ്ട്, ഞാനിക്കൊല്ല ഹജ്ജിന് പോകാൻ തന്നെ കാരണം അവൻ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് എന്റെ വീട്ടിൽ ഒരു കാരക്കയും വെള്ളവും തന്നില്ല, പോയി വന്നിട്ട് അതിൽ നിന്ന് പകരം വീട്ടണമെന്ന് വിചാരിച്ചിട്ട് ഹജ്ജിന് പോയത് എന്ന് പറഞ്ഞു. തമാശക്ക് കുട്ടികൾ പറയാറുണ്ട്, അങ്ങനെ ഒന്നും പക്ഷെ പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള പ്രതികാര മനസ്ഥിതി അല്ല മനുഷ്യരുണ്ടാകേണ്ടത്. അതാണ് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. മൂന്നാമതായി പറഞ്ഞു ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം. എത്ര സുന്ദരമായ ആശയമാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നേരത്തെ ഇവിടെ ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞു, എല്ലാ ലഹരികളും കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും നിഷിദ്ധമാണ് എന്ന് മാത്രമല്ല, ലഹരി കുടിക്കുന്നവനെ അല്ലാഹു തആല അബൂജഹലിന്റെയും ഫിറഔനിന്റെയും ഒക്കെ ശരീരത്തിൽ ഒലിക്കുന്ന ചലം അവനെ കൊണ്ട് നരകത്തിൽ കുടിപ്പിക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം ലഹരി അത്രയും ദോഷകരമായ സംഗതിയാണ്. ഈ മയക്കുമരുന്നും ലഹരിയുമൊക്കെ എത്ര നേരത്തെ എത്ര കൃത്യമായി വിരോധിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഏത് വിഷയം എടുത്തോളൂ, മനുഷ്യർക്ക്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ദോഷകരമായ സർവ വിഷയങ്ങളും വിരോധിക്കുകയും ഗുണകരമായ എല്ലാ സ്വഭാവങ്ങളും പഠിപ്പിക്കുകയും ചെയ്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് രാവിലെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് മെസ്സേജ്. നമ്മളുടെ സ്ഥാപനത്തിലെ ഒരു പ്രധാന വ്യക്തി, ഒരു പ്രിൻസിപ്പളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എന്താണ്? അദ്ദേഹം UK-യിലേക്ക് പോവുകയാണ്. അല്പ ദിവസം മുമ്പ് എന്നോട് അദ്ദേഹം സമ്മതം ചോദിച്ചിരുന്നു. അങ്ങനെ പോകാൻ വേണ്ടി ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെയൊക്കെ വിസ അടിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇന്നലെ ഭാര്യയുടെ 2 ആളെ പാസ്പോർട്ടും അദ്ദേഹം വാങ്ങിയത് ഓർമ്മയുണ്ട്. പിന്നെ എവിടെയാ വെച്ചതെന്ന് കാണുന്നില്ല. രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് തെരഞ്ഞു. അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, സാധേ വല്ലാത്ത പ്രശ്നം, എൻ്റെ മകൻ അവിടെ കോൺവെക്കേഷനാണ്, അതിൽ പങ്കെടുക്കാൻ പോവാണ്. അപ്പോ ഞാൻ എൻ്റെ പാസ്പോർട്ട് കാണുന്നില്ല, വലിയ സങ്കടം. ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് അങ്ങോട്ട് വോയിസ് ഇട്ടു, അതും എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഫോൺ വിട്ടാന്നാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടോ പോകും, തീരുമാനിച്ചിട്ടില്ലേ പോരാ. പക്ഷേ അല്ലാഹു പറഞ്ഞില്ലേ നമ്മളോട്, ചിലപ്പോ ചില കാര്യത്തെ നിങ്ങൾ വെറുക്കും, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ചിലപ്പോൾ ചില സംഗതിയെ നിങ്ങൾ ഇഷ്ടപ്പെടും, പക്ഷേ അത് നിങ്ങൾക്ക് നാശമായിരിക്കും. നമുക്കറിയില്ലല്ലോ പോക്കോ പോകാതിരിക്കലോ എന്താണ് നന്മാന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കരുത് എന്ന് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അത് അള്ളാഹുവിനെ അറിയൂ, അവൻ തീരുമാനിച്ചതിന് സന്തോഷം, നമ്മൾ തൃപ്തിപ്പെടും. രണ്ടാമത് ഞാൻ അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു, അയച്ചു കൊടുത്തു. അതിലൊന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞ ഒരു ദിക്റാണ്. സാധനം നഷ്ടപ്പെട്ടു പോയാൽ യാ ജാമിഅൻ നാസ്, നോക്കിക്കാണുന്നില്ലെങ്കിൽ യാ ജാമിഅൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹി റുദ്ദ അലയ്യ ളാല്ലതി എന്ന ഒരു ദിക്റാണ്. അത് ചൊല്ലിയാൽ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടുക എന്നത് സാധാരണ അത് ഫലം കാണും. മരുന്ന് കൊണ്ട് പറയും പോലെ തന്നെ അതേ ഫലം കാണും. അങ്ങനെ എനിക്ക് തന്നെ ഫലം കണ്ടിട്ടുണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ദിക്റും വേറെ 1-2 സംഗതികളും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നു. എത്രയോ പ്രാവശ്യം തെരഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ അൽഹംദുലില്ലാ അത് കഴിഞ്ഞ് അവസാനം യാസീൻ ഓതാനും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് എന്റെ വെട്ടിയിൽ നിന്ന് കിട്ടിയത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങൾ ഒരാൾക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നബി തങ്ങളുടെ ഉപദേശം സ്വീകരിച്ച ടെൻഷൻ ഇല്ല. കാരണം നമുക്ക് ഖൈറും സിറും അറിയില്ല. നമ്മൾ കൈ കാണിച്ച ബസ് അത് നിർത്താതെ പോകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കരുത്. ചിലപ്പോ വേറൊരു ബസ് കയറി സുഖമായിട്ട് പോകുമ്പോൾ മറ്റേ ബസ് ആക്സിഡന്റ് ആയത് കാണുമ്പോഴാണ് നിർത്താത്തത് കാര്യമായി ഗുണമായി നമുക്ക് മനസ്സിലാക്കുക. നമുക്കറിയോ ഭാവിയെ സംബന്ധിച്ച്. അപ്പൊ അല്ലാഹുവിൽ തവക്കുലാക്കി, പടച്ചവനിൽ വിശ്വസിച്ച് അവന്റെ മേൽ തവക്കുലാക്കിയുള്ള ഒരു ജീവിതം പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്.
എന്ത് പറയുമ്പോഴും ലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ്. അല്ലാതെ സ്വന്തത്തിൽ ഒരു അഹങ്കാരത്തിന്റെ വാക്ക് മുസ്ലിമീങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു വകുപ്പും ഇല്ല. എല്ലാം മിനല്ലാഹ്, അല്ലാഹുവിൽ, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഈമാൻ കാര്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഖൽബ് അല്ലാഹുവിലേക്ക് പിടിച്ച് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. അങ്ങനെ വരുമ്പോൾ പിന്നെ ആരോടും വൈരാഗ്യം വിദ്വേഷമില്ല. അതിന്റെ ഉസ്താദേ നിങ്ങളിങ്ങനെ വൈരാഗ്യം വിദ്വേഷമൊന്നും വേണ്ടെന്ന് പറയുന്നത് അയാളെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടെ ഒരു ഉപദേശമുണ്ട്. അതെന്താണ്? ഒരാൾ തെറ്റ് ചെയ്തതായി നീ അനുഭവിക്കുമ്പോ നിന്റെ മനസ്സിൽ നീ ആലോചിക്കണം, എന്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ, എന്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ എന്ന് സ്വന്തം ശരീരത്തോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോ ശരീരം നീ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്നാ പറയുന്നതെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്നെ കാണും വലിയ ഹമുക്ക് വേറെ ഇല്ല, വിഡ്ഢി വേറെ ഇല്ല എന്ന് മനസ്സിലാക്കണം. നേരെ മറിച്ച് നിന്റെ മനസ്സ് പറഞ്ഞ് ഞാനും പല തെറ്റും ചെയ്തവനായിരിക്കും എന്നാണോ, എന്നാൽ നീ ചിന്തിക്കണം, അതേപോലെ ഒരു തെറ്റ് അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന് വെച്ചാൽ പോരെ, പിന്നെ എന്തിനാ വൈരാഗ്യം? അപ്പൊ വൈരാഗ്യം വിദ്വേഷം എന്നൊരു വിഷയം തന്നെ നിഷ്കാസനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്ന ഉദാത്തമായ ഒരു സ്വഭാവ രീതി പഠിപ്പിച്ച നേതാവാണ് ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.